നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്താണ്. ഇത് തേർഡ് പാർട്ടി റീഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എനർജി നോക്കും. അത് ഈ കാർഡ്സാണ്, 1, 2, 3. ഇതിലേത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. അപ്പോൾ റെസനേറ്റ് ചെയ്യുന്നവർക്ക് റെസനേറ്റ് ചെയ്യും, റെസനേറ്റ് ചെയ്യാത്തവർക്ക് റെസനേറ്റ് ചെയ്യില്ല. നിങ്ങളുടെ സ്റ്റോറി അല്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ ഇന്ന് തുടങ്ങി പിന്നെയും തുടങ്ങുകയാണ്. കുറേ നാൾ ഞാൻ ചെയ്തില്ലായിരുന്നു, കാരണം ഞാൻ മലയാളം റീഡിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് തുടങ്ങിയിട്ട് ഇംഗ്ലീഷ് ചാനലിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് റീഡിങ്സ്. ഇംഗ്ലീഷ് റീഡിങ്സ് ആണത്. englishtaros@gmail.com അതാണ് ഇമെയിൽ ID കേട്ടോ. ഇംഗ്ലീഷ് ടാരോസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ് രണ്ടാമത്തെ നമ്മൾ നോക്കുന്ന കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവർ തമ്മിലിപ്പോൾ. അത് കഴിഞ്ഞ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, പിന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസും, അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഭഗവാനേ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. ഓക്കെ, ആദ്യത്തെ നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. എന്താണ് ഓറക്കിൾ മെസ്സേജ്? നിങ്ങൾ ഈ സമയത്ത്, നമ്മൾ ഈ റീഡിംഗ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇവരുടെ റിലേഷൻഷിപ്പ്, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾ അറിയേണ്ടത്, എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ, അതിനുള്ള ഓറക്കിൾ മെസ്സേജ്. എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി കണക്ഷൻ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, ഇതൊക്കെ ഓറക്കിൾ മെസ്സേജിൽ കാണിക്കും. പിന്നെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ജോലി ആവാം, നിങ്ങളുടെ പേഴ്സൻ്റെ പാരൻസ് ആവാം, ബ്രദർ സിസ്റ്റേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, നെയ്ബേഴ്സ് ആവാം. അതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് തന്നെ ആകണമെന്നുമില്ല ഈ തേർഡ് പാർട്ടി കേട്ടോ. പക്ഷെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ ഇടയിൽ വന്ന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന എന്ത് സാധനമാണോ അത് തേർഡ് പാർട്ടിയാണ്. കാർഡുകൾ ഇങ്ങനെ വീണു കുറേ. ഓക്കെ, അപ്പം നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഒന്നാമത്തെ കാർഡ്, നിങ്ങൾ ഓവർ ബേർഡൻഡ് ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ പ്രാരാബ്ധം നിങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മുതുകത്ത്. അത് ഇറക്കി വെക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആരോടും ഒന്നും പ്രൂവ് ചെയ്യാനില്ല കേട്ടോ. അപ്പം ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തുറന്നു പറയുക. രണ്ടാമത്, നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വഴിയിലുള്ള വിഘ്നങ്ങളെല്ലാം ദൈവം മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം ആകാം എന്ന് പറയുന്നുണ്ട്. സാക്രിഫൈസ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് അത് നിങ്ങൾക്ക് വിഷമാണ്, നിങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങളത് പിടിച്ചു വച്ചേക്കാണ്. അത് വിട്ടുകളയുക, അത് ത്യജിക്കുക എന്ന് പറയും. നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെയും മനസ്സമാധാനത്തിന് സന്തോഷത്തിനും വേണ്ടി നിങ്ങളത് ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. അടുത്ത കാർഡ്, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഇത് രണ്ടും പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ളതാണ്. പഴയ കാര്യങ്ങൾ, നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റാത്ത പല കാര്യങ്ങളും ബ്ലോക്കായി കിടക്കുന്നുണ്ടായിരുന്നു, അതിലെ വിഘ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോളൂ എന്നാണ് പറയുന്നത്. അടുത്തത് ക്രോസ് റോഡാണ്. നിങ്ങൾ ക്രോസ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വഴിത്തിരിവിലാണ്. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല, വഴി അടഞ്ഞു പോയി എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ ചുറ്റും നോക്കുന്നില്ല. നമ്മളുടെ മുമ്പിലുള്ള നമ്മളെ ഒരു അമ്മയും മക്കളും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു. അവർ വേറെ വഴികളൊന്നും, നമുക്ക് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ലല്ലോ അല്ലേ. എല്ലാത്തിനും പോകുമ്പോഴുണ്ട്, നമ്മളത് അന്വേഷിക്കണം. അപ്പോൾ അവർ ഹസ്ബൻഡിനോടും പിന്നെ വേറെ ആരോടൊക്കെ 2-3 പേരോട് സഹായം ചോദിച്ച് കൊടുത്തില്ല. അപ്പോൾ നിരാശയും പിന്നെ എന്തു ചെയ്യും പെൺകുട്ടികൾ എന്നുള്ളൊരു ചിന്തയിലും കൊണ്ടിട്ടാണ് അവർ സൂയിസൈഡ് ചെയ്തത്. പക്ഷേ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആ സമയത്ത് നമ്മൾ അത് കിട്ടിയില്ല സഹായം, അല്ലെങ്കിൽ അവർ അന്വേഷിച്ചത് ശരിയായില്ല, എന്തോ അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. നമ്മൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ, നിരാശ വരുമ്പോൾ, വഴി അടഞ്ഞു പോകുമ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ എനിക്കൊരു വഴി തുറന്ന് തരണേന്ന്.
അപ്പോൾ തുറന്നു തരും. പിന്നെയുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഭയം. നിങ്ങൾക്ക് പലതരത്തിലുള്ള ഭയമുണ്ട്, ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതെല്ലാം മാറാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, മാറ്റിത്തരാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, ധൈര്യം തരാൻ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ജഡ്ജ്മെൻ്റ് ആണ്. ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും, ഇത് രണ്ട് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ജഡ്ജ്മെൻറ്റ് ചില സമയത്ത് മുടങ്ങിക്കിടന്ന റിലേഷൻഷിപ്പ് രണ്ടാമത് ഉത്തേജിപ്പിച്ച് എടുത്തുകൊണ്ട് വരുന്നത്, അതൊന്ന് മീനിങ്. എന്നുവെച്ചാൽ ഇത് മരിച്ച് അന്ത്യനാളുകളിൽ മാലാഖ വന്ന് കുഴലൂതുമ്പോൾ മരിച്ചവരെ എഴുന്നേക്കുന്നത്. അപ്പം മരിച്ചു കിടക്കുന്ന ഒരു സിറ്റുവേഷനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതുമായിട്ടും കാണിക്കും. വേറൊരു ഇതെന്ന് വെച്ചാൽ കാഹളം ഊതുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ തെറ്റ് മറ്റേയാൾ പരസ്യമായിട്ട് വിളിച്ചു പറയുക. അപ്പം തമ്മിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും, അല്ലേ? അതുമാവാം. മനസ്സിലാവുണ്ടോ? മറ്റുള്ളവരോട്, നാട്ടുകാരോട് മുഴുവനും ഒരാൾ മറ്റേയാളുടെ കുറ്റങ്ങൾ വിളിച്ചു പറയുന്നതുമായിട്ടും വരാം. ഇത് സ്കോർപിയോ സോഡിയാക് സൈനാണ്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്താണ് ഈ കാർഡ് ഇപ്പോൾ വന്നേക്കുന്നത്? നമുക്ക് അവരുടെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും കാര്യങ്ങൾ കേട്ടോ. ഭവാനി, ജഡ്ജ്മെൻറ്റ്, 4 ഓഫ് സ്വേർഡ്സ് റിവേഴ്സും 3. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ആർക്കും ഒരു വളരെ ഭയങ്കരമായിട്ട് ഹൃദയവേദന ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ, അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടു, അയാളെ നമുക്ക് നഷ്ടപ്പെട്ടു, വേറൊരു സ്ത്രീ കൊണ്ടുപോയി, വേറൊരു പുരുഷൻ കൊണ്ടുപോയി അവരെ. നമ്മൾ അവരെ ഉപേക്ഷിച്ച്, മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചെങ്കിൽ നമ്മൾ അവരൊരിക്കലും കുറ്റം പറയില്ല, അവരെ പിന്നെ അന്വേഷിക്കില്ല, പോയി നന്നായി എന്ന് പറയും. പക്ഷെ നമ്മുടെ ഉള്ളിൽ അവരെ ഏൽപ്പിച്ച മുറിവ് നമ്മളുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ പല തരത്തിലാണ് പ്രതികരിക്കുക. അവരെ ചീത്ത പറയും എല്ലാവരോടും. അവരുടെ ആരുടെ കൂടെയാണ് പോയേക്കുന്നത് അവരെ ചീത്ത പറയും. അവരുടെ അടുത്ത് ചെന്നിട്ട് ഇയാളെ കുറിച്ച് കുറ്റം പറയാൻ പറ്റുമെങ്കിൽ പറ്റും. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ചീത്ത പറയും, നാട്ടുകാരോട് പറയും. ടാരോ റീഡിങ്സിൻ്റെ അടിയിൽ പോയി കമൻസ് ഇടും, അയ്യോ ദുഷ്ടൻ അങ്ങനെയാണ് പോട്ടെ. ചിലർ ഭയങ്കര ചീത്ത പറയുകയും ചെയ്യും. അത് നമ്മൾ പലതരത്തിലാണ് പ്രതികരിക്കുന്നത്. അത് ആ വേദനയാണ്. നമ്മളുടെ വേദന എങ്ങനെ പുറത്തേക്ക് കളയണം എന്നതിനൊരു വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. ഈ പേഴ്സൺ, തേർഡ് പാർട്ടിയോ നിങ്ങളുടെ പേഴ്സണോ ആരായാലും ഈ ഹൃദയവേദന, ഇതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഹൃദയവേദന കൊണ്ട്, അപ്പോൾ റിലേഷൻഷിപ്പിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇവർ തമ്മിൽ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ട്, അപ്പം ചിലപ്പോൾ നോ കോൺടാക്റ്റിലായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും, തേർഡ് പാർട്ടി ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. എന്തായാലും ഒരാൾ മറ്റേയാളെക്കുറിച്ച് ഭയങ്കര അനാവശ്യം പറയുന്നുണ്ട്, എല്ലാവരോടും ചീത്ത പറയുന്നുണ്ട്. കാരണം അയാളെ മാക്സിമം വേദനിപ്പിക്കുക, നാണം കെടുത്തുക, അതാണ് ഇവിടുത്തെ ഉദ്ദേശം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവരുടെ റിലേഷൻഷിപ്പിൻ്റെ? ഭഗവാനെ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു ഡിസിഷൻ എടുക്കാൻ, ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം ചൂസ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം ഉപേക്ഷിച്ചിട്ട് വേറൊരെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ അതിലേക്ക് പോകാനായിട്ട് പ്ലാനിങ് ഇടുകയാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം, ഒരു റിസ്ക് എടുക്കണം. അപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ഈ പ്ലാൻ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ ഒരു ഫൂൾ കാർഡ്, ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂ ബിഗിനിങ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് ആഗ്രഹിക്കുന്നുണ്ടാവാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു ചോയ്സ് എടുത്ത് കഴിഞ്ഞു ഈ പേഴ്സൺ. മനസ്സിലായോ? അപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്.
അപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ പോവാണ്. കാരണം നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ ഉപേക്ഷിക്കുകയോ ഇനി വരില്ല എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന ആ ഒരു ചിന്തയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും ഈ പേഴ്സൺ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടാണ് വരുന്നത്. ഇവിടെ അക്വേറിയസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്, അക്വേറിയസ് ഏരീസ്. അപ്പോൾ ഒരു കൺഫർമേഷൻ വേണം അതിന്, മനസ്സിലായോ? നിങ്ങളിലേക്ക് എങ്ങനെ തിരിച്ചു വരാമെന്നതിലൊരു ക്ലാരിറ്റി വേണം നിങ്ങളുടെ പേഴ്സണ്. അതിന് വേണ്ടിയിട്ടാണ്, അതാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്നാണ് കാണിക്കുന്നത്. ഇതേ ഫീലിങ്സ് ആണ് തേർഡ് പാർട്ടിക്ക്. കാരണം റീകൺസിലിയേഷൻ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് റീകൺസിലിയേഷൻ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളോട് റീകൺസിലിയേഷൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണ് വരുന്നത്. ഇവിടെ തേർഡ് പാർട്ടി കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് നിങ്ങളുടെ പേഴ്സണോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ പേഴ്സൺ ഇഗ്നോർ ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടിയെ. നിങ്ങളുടെ പേഴ്സണും വളരെ ഈ തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തരണം. അതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യണം, തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ കേട്ട കാര്യങ്ങളെല്ലാം നുണയാണെന്ന് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് തുടർന്നും ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് നുണ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ സ്പൈ ചെയ്യുന്നുണ്ട്. രണ്ടും ഒരേ എനർജിയാണ്, പക്ഷേ നിങ്ങളോടുള്ള എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കാണിക്കുന്നത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വന്ന് പറയാൻ പോകുന്നത് തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള കുറ്റങ്ങളാണ്. തേർഡ് പാർട്ടി പരസ്യമായിട്ട് മറ്റുള്ളവരോടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കുറ്റം പറയുന്നത്. അവിടെയാണ് വ്യത്യാസം. ഇവിടെ ജെമിനി സോഡിയാക് സൈൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണുള്ള ഫീലിങ്സ് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ ഫീലിങ്സ് നോക്കുന്നില്ല ഞാനിവിടെ. ഞാൻ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം എന്താണ് ഫീലിങ്സ് എന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിയോട് ലവേഴ്സിൻ്റെ ഫീലിങ്സ് ആണ്, പക്ഷെ നമ്മൾ ക്ലാരിഫൈ ആയിരിക്കാം. അതായിരിക്കാം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത്, മനസ്സിലായോ? കാരണം ഈ രണ്ട് കാർഡും ലവറായിട്ട് അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊപ്പം ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ വളരെ കോഓപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്ന രണ്ടുപേരും സഹകരണത്തോടെ. പക്ഷെ അതിന് മാറ്റം വന്നു എന്നാണ് പറയുന്നത്. ഇതായിരുന്നു വിശ്വാസം, തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. പക്ഷെ അത് മാറി നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ. കാരണം തേർഡ് പാർട്ടിയുടെ ശരിക്കുള്ള സ്വഭാവം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പൈസ എടുക്കാനും അവരെ മിസ്യൂസ് ചെയ്യാനൊക്കെ ആയിരിക്കും നോക്കിയത്. ഈ ഫീലിംഗ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഇല്ല തേർഡ് പാർട്ടിയോട്, കേട്ടോ. അത് നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിച്ചു. ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു തേർഡ് പാർട്ടിയോടുള്ള കണക്ഷൻ നിങ്ങളുടെ പേഴ്സൺ വെച്ചത്. കാരണം ഒപ്പം ജോലി ചെയ്യുമ്പോൾ സഹകരണത്തോടെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒപ്പം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന പേഴ്സൺ ഓണറായിട്ട് പേഴ്സൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന തേർഡ് പാർട്ടി ആണെങ്കിൽ അവർ നല്ല നിലയിൽ അവരെ നോക്കിയില്ലെങ്കിൽ അവർ പണി കൊടുക്കും, പൈസ അടിച്ചു മാറ്റാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ കമ്പനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോസിറ്റീവായിട്ടുള്ള തേർഡ് പാർട്ടിയോട് പോസിറ്റീവായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം അവരുടെ ശരിക്കുള്ള സ്വഭാവം മാറിയിട്ടുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടിയോട് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു സ്നേഹവുമില്ല. ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരാഗ്രഹവുമില്ല, കേട്ടോ. അത് ഉപേക്ഷിച്ചു. ഇവിടെ ജെമിനി, പിന്നെ ക്യാൻസർ, പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ഇത്രയും സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ കട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയും, വളരെ സ്ട്രൈറ്റ്. നിങ്ങളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം ഈ പേഴ്സണ്. കാരണം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചപ്പോൾ ആദ്യം ഈ പേഴ്സൺ വിചാരിച്ചു തേർഡ് പാർട്ടിയോടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന്. പക്ഷേ അത് ശരിയാവില്ല. തേർഡ് പാർട്ടിയുടെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവം വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങളുടെ സ്വഭാവമാണ്, നിങ്ങളാണ് ഒന്നും കൂടെ ബെറ്റർ എന്ന് മനസ്സിലായപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ തിരിച്ചു വരുന്നിട്ട് നിങ്ങളോട് നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ തുറന്ന് പറയും, മനസ്സിലായോ? നിങ്ങൾക്കും ഈ പേഴ്സൺ റിലേഷൻഷിപ്പിൽ നിന്ന് പോയതിൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പം നിങ്ങൾ അഭിനയിക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞാൽ, പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് ഈ പേഴ്സണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ട. അതേസമയം അധികം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് കാണിക്കാനും പാടില്ല.
നിങ്ങൾക്ക് സ്നേഹമുണ്ട്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ റീഡിങ് കാണുന്നത്. നിങ്ങൾക്ക് ഈ പേഴ്സണെ വേണം. അപ്പം നിങ്ങൾ അത് പേഴ്സണെ മനസ്സിലാക്കി കൊടുക്കുക. പക്ഷെ ഇനി മേലാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചാൽ ഞാൻ ഒരിക്കലും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ലെന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. അല്ലാതെ വെറുതെ വരുമ്പോൾ തന്നെ ഒക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയല്ല വേണ്ടത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, വളരെ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കുക, പക്ഷെ പേഴ്സണെ സ്വീകരിക്കുക കേട്ടോ. അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഇത് അബാൻഡൻ ചെയ്ത് പോയെങ്കിലും ഈ പേഴ്സൺ ഇപ്പം വളരെ ക്ലിയർ ആണ് തിരിച്ചു വരണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പഴയ പോലെ കണ്ണടച്ച് വിശ്വസിക്കണ്ട. പക്ഷേ നിങ്ങൾക്ക് സ്നേഹമുണ്ട്, ആ സ്നേഹം പോകാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതുപോലെ നിങ്ങൾ മാരീഡാണ്, ഇവിടെ ഹെയറോഫാൻഡാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ഒരു ചാൻസും കൂടെ കൊടുക്കാമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് കേട്ടോ. ടോറസ് ലീബ്ര, ബാക്കി സോഡിയാക് സൈനൊക്കെ ഞാൻ പറഞ്ഞതാണ്. വലിയ കുഴപ്പമില്ലാത്ത റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റീഡിങ് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇതാണ് രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാണോ മൂന്നാണോ എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് കേട്ടോ, കുറേ പോയി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. ഇത് രണ്ടാമത്തെ കാർഡാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, പെട്ടെന്ന് എനിക്ക് രണ്ടാമത് ആലോചിച്ചപ്പോഴത്തേക്ക് ആ റിലേ പോയി. റീഡിങ്ങിൽ എനിക്ക് എപ്പോഴും പ്രശ്നം ഉണ്ടാവാറുണ്ട്, ഇങ്ങനെ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. അത് മറ്റേ എനർജിയിലേക്ക് പോകുന്നതുകൊണ്ടാണ്. തിരിച്ചു വരുമ്പോൾ പിന്നെ എനിക്കതൊരു കൺഫ്യൂഷനായിട്ട് വരാറുണ്ട്. സോറി കേട്ടോ, ക്ഷമിക്കണം. അത് രണ്ടാമത്തെ കാർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഏതാ സെലക്ട് ചെയ്ത് അത് എടുക്കുക കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ കൺഫ്യൂസ്ഡ് ആക്കിയെങ്കിൽ ക്ഷമിക്കണം. അപ്പം നമുക്ക് രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഈ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ് എന്താണ് ഭഗവാനെ? ഈ നിമിഷം അവർ ഈ റിലേഷൻഷിപ്പിന്, തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് അറിയേണ്ടത് ഭഗവാനെ? ഈ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കൽ മെസ്സേജ് എന്താണ് ഭഗവാനെ? കാർഡ് വരുന്നില്ല കണ്ടോ. ഓക്കെ, ഒരു കാർഡാണ് മറിഞ്ഞത്. ഒന്നും കൂടെ വീഡിയോ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം 4 കാർഡ്സാണ് വന്നേക്കുന്നത്. ഒന്നാമത്തെ കാർഡ് പറയുന്ന യൂണിവേഴ്സൽ സൗണ്ട് ഓം എന്ന മന്ത്രം ജപിക്കണം. ഓം എന്ന മന്ത്രം ജപിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. വൈബ്രേഷൻ കൊണ്ട് ബ്രെയിനിലെ നെർവ്സ് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും എല്ലാത്തിനെ കുറിച്ചും. രണ്ടാമത്തത് തേർഡ് ഐ ചക്ര ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് വരുന്ന മെസ്സേജുകളും നിങ്ങളുടെ ഇൻറ്റ്യൂഷനും വർക്ക് ചെയ്യാത്തത്. അതുകൊണ്ട് തേർഡ് ഐ ചക്രയുടെ ബ്ലോക്ക് മാറ്റണമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ ആത്മാർത്ഥതയോടെയും ശുദ്ധമായ മനസ്സോടും കൂടെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നാലാമത്തെ കാർഡ് ഡിവൈൻ വിസ്ഡം. ഇതും കണക്റ്റഡ് ആണ്. തേർഡ് ഐ ചക്ര ക്ലിയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഡിവൈൻ വിസ്ഡം കിട്ടുക, ജ്ഞാനം കിട്ടുക കേട്ടോ. എന്നാലേ തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള, അതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ്? ഏസ് ഓഫ് കപ്സ്. ഇതൊരു പുതിയ ലവ് അഫെയർ ആയിരിക്കാം. ഒരാൾ മറ്റേ ആൾക്ക് ഹൃദയം കൊടുത്തു, മനസ്സിലായ, ഭയങ്കരമായ സ്നേഹം. പക്ഷേ ഒരാൾ മറ്റേ ആൾക്ക് സ്നേഹം കൊടുത്താലും അത് അയാൾ സ്വീകരിക്കുന്നുണ്ടോ? അതേ അർത്ഥത്തിൽ തന്നെയാണോ സ്വീകരിച്ചിരിക്കുന്നത്? അതും ഒരു ചോദ്യമാണ് അല്ലേ. നമ്മൾ സ്നേഹം കൊടുക്കുന്നവരെല്ലാം നമുക്ക് സ്നേഹം തിരിച്ചു തരണം എന്നില്ലല്ലോ. അവരുടെ ഉദ്ദേശം വേറെ ആയിരിക്കാം. അപ്പോൾ അത് കാണിക്കുന്നുണ്ട് ഇവിടെ.
വായിച്ച് നോക്കാം. ഓക്കെ, ഇത് തേർഡ് പാർട്ടിയാണിത്. മദർ ഓഫ് വാൻസ്, ക്വീൻ ഓഫ് വാൻസ്, തേർഡ് പാർട്ടിയാണിത്. വളരെ സെൽഫിഷായ എനർജിയാണ്, സ്വാർത്ഥതയുള്ള എനർജിയാണ്. ആരുടെ കയ്യിലിരിക്കുന്ന എന്ത് സാധനമാണെങ്കിലും ഇവർ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് അവർക്ക് വേണം. അത് കൊടുക്കാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വേദന, അത് നഷ്ടപ്പെടുന്ന ആളുടെ വേദന ഇവർക്ക് ഒരു പ്രശ്നമേ അല്ല. അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ഇവർ ഇതിനകത്ത് കയറിയത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം തേർഡ് പാർട്ടിക്ക് ഓഫർ കൊടുത്തത്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണേക്കാളും പ്രായത്തിൽ മുതിർന്നതായിരിക്കാം. ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് വന്ന് കയറിയത്. ചിലപ്പോൾ തമാശയ്ക്ക് പോയി കയറിയതായിരിക്കാം. മനസ്സിലായോ? എന്തായാലും ഒരു പ്ലാനിങ് ഇല്ലാതെ കയറിയതാണ്. പക്ഷേ ചെന്ന് കയറിയ സ്ഥലം കൊള്ളാത്ത സ്ഥലമാണ്. മനസ്സിലായത്? നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ശീലമായിരിക്കും തേർഡ് പാർട്ടി കണക്ഷൻ വെക്കുക. പക്ഷെ ഈ തേർഡ് പാർട്ടിയെ ഓട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. കാരണം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണേക്കാളും വളരെയധികം കുശാഗ്ര ബുദ്ധിയുള്ള ആളാണെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കാർഡ് മറിഞ്ഞിരിക്കുന്ന പോലെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പതുക്കെ അതിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അവിടെ നിന്ന് പതുക്കെ ഇറങ്ങണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. കാരണം അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരേണ്ട, നിങ്ങളുടെ പേഴ്സൺ റെസ്പോൺസിബിൾ ആയ ഒരാളാണ്. ഉഴപ്പുണ്ട്, പക്ഷേ ആ പേഴ്സണിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ആ പേഴ്സൺ അറിയാം. ഒരു ഭാര്യയാണ്, അല്ലെങ്കിൽ ഭർത്താവാണ്, ഒരു ഗേൾ ഫ്രണ്ടാണ്, ബോയ് ഫ്രണ്ടാണ്, എന്തായാലും ഞാനൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അത് സൈഡിൽ കൂടെ നടന്നു പോയിക്കോളും എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ആവാം. എന്തായാലും ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷനിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, തേർഡ് പാർട്ടി ഷെയർ ചെയ്യാൻ റെഡിയല്ല. ഈ തേർഡ് പാർട്ടിക്ക് മുഴുവനായിട്ട് വേണം. സാലറി ആണെങ്കിലും ആ പേഴ്സൻ്റെ സ്നേഹമാണെങ്കിലും എല്ലാം മുഴുവനായിട്ട് വേണം തേർഡ് പാർട്ടിക്ക്. നിങ്ങളുടെ പേഴ്സൺ അത് കൊടുക്കാൻ റെഡിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. പേഴ്സണ് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് തരേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നില്ല. അതൊരു ബോധമുണ്ട്. അതുകൊണ്ട് എന്താണ്, പയ്യെ ഈ പേഴ്സൺ ഈ തേർഡ് പാർട്ടി കണക്ഷനിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ ശരിക്കും ക്ലിയർ ആയിട്ട് കാണുകയാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ കേട്ടോ. നേരത്തെ മീൻസ് പെരുമാറിയിരുന്ന പോലെ ഈ തേർഡ് പാർട്ടിയോട് പെരുമാറാൻ പറ്റില്ല. തേർഡ് പാർട്ടി ഭയങ്കര സെൽഫിഷാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് അനാവശ്യം പറയുന്നുണ്ടാവും. നിങ്ങളെ നിന്ന് പേഴ്സണെ പിരിച്ചെടുക്കാനും നോക്കുന്നുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചാലല്ലേ തേർഡ് പാർട്ടി അല്ല നിങ്ങളുടെ പേഴ്സൻ്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ തേർഡ് പാർട്ടിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവർ ഭയങ്കര സ്വാർത്ഥതയുള്ള എനർജിയാണെന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയോ എങ്ങനെയാണോ കണ്ടിരുന്നത്, മറ്റു തേർഡ് പാർട്ടികളെ കണ്ട പോലെയല്ല, ഇവർ കുറച്ച് വിഷമുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. സാധാരണ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും, പക്ഷേ ഇത് കയറലും ഇറങ്ങലും ഈ പേഴ്സൺ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടങ്ങി അതേപോലെ തന്നെ അതേ സ്പീഡിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് അറിയാം നിങ്ങളോട് വളരെ പ്രൊട്ടക്റ്റീവും കെയറിങ്ങുമായിട്ടുള്ള ഒരു എനർജിയാണിത്. മാരീഡാണ്. ഇവിടെ ട്രൈഫൻ്റ് കാണിക്കുന്നുണ്ട്, ഹെയർഫാൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ലൈഫിൽ നിന്ന് ഈ പേഴ്സൺ ഇറങ്ങുമ്പോൾ ഒരു പൊട്ടിത്തെറി തേർഡ് പാർട്ടിയെ ഉണ്ടാക്കും, ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഇവർക്കറിയാം, നിങ്ങളുടെ പേഴ്സൺ അറിയാം. അത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാനും വഴക്കുകൾ ഒഴിവാക്കാനും പ്രശ്നങ്ങൾ ഒഴിവാക്കാനും വളരെ ഒരു സീൻ ഉണ്ടാക്കും അവർ. അതായത് ഈ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഇതിനകത്ത് നിന്ന് പതുക്കെ ഒരു ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എങ്ങനെ ഇറങ്ങി പോകാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ആലോചിക്കുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പൈസീസ്, സ്കോർപ്പിയോ, ടോറസ്. ഓക്കെ, അപ്പം അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം.
നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫീലിംഗ് നിങ്ങളുടെ പേഴ്സൺ ഇൻഡിസൈസീവ് ആണ്, എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് അറിയില്ല. അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിഗ്രറ്റാണ് ഇവിടെ കേട്ടോ. ഒരു ഇതിൽ തേർഡ് പാർട്ടിയോടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുന്നതിൽ ഒരു ചെറിയൊരു വേദന നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. കാരണം മേ ബി തേർഡ് പാർട്ടി വേറെ പല കാര്യങ്ങളിലും നല്ലതായിരിക്കാം, പക്ഷെ അവരുടെ സ്വഭാവം ദുഷിച്ച സ്വഭാവമാണ് അത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ആലോചിക്കുന്നുണ്ട് എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന്. മനസ്സിലായോ? നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ചിട്ടാണ് ഈ പേഴ്സന്റെ ടെൻഷൻ. അത് നിങ്ങളോടുള്ള നഷ്ടമാകാം, നിങ്ങളോട് ചെയ്ത തെറ്റിലുള്ള നഷ്ടവും ആകാം, ഒരു കുറ്റബോധവും ആകാം. എന്തായാലും ഒരു കുറ്റബോധമുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അത് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് ചോദിച്ചപ്പോഴാണ് ഈ കാർഡ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ തേർഡ് പാർട്ടിയോടുള്ള കുറ്റബോധമാണെന്ന് പറയുന്നത്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കേണ്ടി വരുന്നതിലുള്ള കുറ്റബോധമാണെന്ന് പറയുന്നുണ്ട്. അത് എന്നായാലും ഇറങ്ങി റിലേഷൻഷിപ്പ് കളയേണ്ടി വരും. പക്ഷെ ഇത് പെട്ടെന്നാവുന്നത് കൊണ്ട് നിങ്ങളുടെ പേഴ്സണൊരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ എക്സും ആവാം. കാരണം ഇവിടെ ക്വീൻ ഓഫ് വാൻസും കിങ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇവര് എക്സ് ആയത് ഇവരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടായിരിക്കും. പിന്നെ ഇവര് നിങ്ങളുടെ പേഴ്സണെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവാം. മനസ്സിലായോ? പ്രഗ്നന്റ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നതാവാം. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് ഇമോഷണൽ ആയിട്ട് അതിനകത്തേക്ക് കയറിയിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക്. പിന്നെയും ഇപ്പോഴാണ് ബോധം വരുന്നത്, ഞാൻ ആദ്യം തന്നെ ഇതുവരെ ഉപേക്ഷിച്ച് എന്തുകൊണ്ടാണ്, അവരുടെ ആ സ്വഭാവം മാറിയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് ശരിയാവില്ല നിങ്ങളുടെ പേഴ്സണൊരു ബോധം വന്നേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി എപ്പോഴും സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്, നിങ്ങളുടെ പേഴ്സണായിട്ട് മാത്രമല്ല. ഇതിലൊരു ബാലൻസ് ഇല്ല. ഇപ്പൊ തേർഡ് പാർട്ടി പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ട് ഇവരെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഇവരുടെ കൂടെ ജീവിക്കണമെന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അടർത്തി കൊണ്ടുപോകണമെന്ന് തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള എന്താ പറയാ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ അറിയാം തേർഡ് പാർട്ടി ഭയങ്കര കള്ളത്തരമുള്ളതാണ്. അപ്പം അതങ്ങനെ ആ പ്രശ്നം അത്രയും വഷളാവുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. ഇവിടെ സാജിറ്റേറിയസ് സോഡിയാക് സൈനാണ് കാണിക്കുന്നത്, വേറെ സോഡിയാക് സൈൻ ഒന്നുമില്ല. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇവിടെ അടി, കോമ്പറ്റീഷൻ, പേജ് ഓഫ് പെന്റക്കിൾസ്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ സിറ്റുവേഷൻ ഒന്ന് വിശദമായിട്ട് നിങ്ങളുടെ പേഴ്സണോട് വഴക്കടിക്കാതെ ഈ പേഴ്സണ് ഈ സിറ്റുവേഷന്, നിങ്ങളിപ്പോൾ ഉള്ള സിറ്റുവേഷനെ വിശകലനം ചെയ്യണം എന്നാണ് പറയുന്നത്. വളരെ ഇംപാർഷ്യലായിട്ട്, ആരുടെയും സൈഡ് എടുക്കണ്ട, നിങ്ങളുടെ സൈഡും ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത്, ആ പേഴ്സണും എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയത് എന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു സ്റ്റാൻഡ് എടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ അടുത്തേക്കാണ് തിരിച്ചു വരുന്ന ഈ പേഴ്സൺ. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. മനസ്സിലായി? ഇത് ഇങ്ങനെ പോകാൻ പറ്റില്ല. നിങ്ങൾ ഇമോഷണലായിട്ട് ഈ പേഴ്സണൽ ഫൈറ്റ് ചെയ്യാതെ തിരിച്ചു വരുമ്പോൾ ഇമോഷണലായിട്ട് ഫൈറ്റ് ചെയ്യാതെ, പാസ്റ്റൊക്കെ ഓർത്തിട്ടോ ഈ പേഴ്സൺ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഓർത്ത് ഫൈറ്റ് ചെയ്യാതെ, നിങ്ങൾക്ക് വേണം താനും എന്നാൽ വേണ്ട എന്നുള്ള ഒരു ചിന്ത കാണിക്കാതെ നിങ്ങളൊരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് ശരിക്കും ഈ പേഴ്സണെ വേണമോ, ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട്. കാരണം ഈ പേഴ്സൺ ജനറലി ഒരു ഉഴപ്പുള്ള ഒരാളാണ്. അപ്പം ഇങ്ങനെ ഒരാളുടെ കൂടെ നിങ്ങൾ ജീവിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയുക. ആ പേഴ്സന്റെ ജീവിത രീതിയോട് മുമ്പോട്ട് പൊക്കോട്ടെ. നിങ്ങൾ കൂടെ താമസിക്കുന്നുണ്ട്, റെസ്ട്രിക്ഷൻസ് വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരാളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകളയുക. ഇവിടെ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആവശ്യമില്ലാതെ. ആ പേഴ്സന്റെ സ്വഭാവം മാറ്റാൻ പറയുന്നുണ്ട്. ഒരു പാമ്പിനോട് അവൻ നമ്മളെ കടിക്കും, നമ്മൾ ചവിട്ടിയാൽ. അത് അവൻ്റെ ബേസിക് നേച്ചർ, ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അത് മാറ്റാൻ നമ്മൾ എത്ര ട്രെയിൻ ചെയ്താലും അത് മാറില്ല. ഞാൻ പാമ്പിനോട് കമ്പയർ ചെയ്തപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ തോന്നിയത്. ഇത് സർപ്പമാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഇത് കാണിക്കുന്നത് സർപ്പമായിട്ടാണ്. അതാണ് ഞാൻ പാമ്പ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു നേച്ചറുള്ള ഒരാളാണ്. നമ്മൾ കൂടെ നിന്നിട്ട് ഈ പേഴ്സണെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നടക്കില്ല. നിങ്ങൾക്ക് ഈ പേഴ്സണെ സ്നേഹിക്കാൻ പറ്റില്ല, കാരണം നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചു. പക്ഷേ ഈ പേഴ്സൺ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയാണ് എന്നൊരു ബോധം നിങ്ങൾക്ക് വരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ പേഴ്സണെ തിരിച്ച് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്
കേട്ടോ. പക്ഷേ അത് വളരെ ആലോചിച്ച് വേണം. ഇമോഷണൽ ആയിട്ടുള്ള പെരുമാറ്റം വേണ്ട. വളരെ പ്രാക്ടിക്കലും ലോജിക്കലുമായിട്ട് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും അധികം വന്നിട്ടില്ല. സാജിറ്റേറിയസ് ആണ് പിന്നെയും വന്നേക്കുന്നത്. സ്കോർപ്പിയോ ഞാൻ പറഞ്ഞതാണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, പൈസീസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞാനിനി അടുത്ത കാർഡിലേക്ക്, ലാസ്റ്റ് കാർഡിലേക്ക് പോവാണ്. ഞാൻ 2, 3 പറയാത്തത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഏതാണ് 2 ഏതാണ് 3 ഞാൻ തെറ്റി പറഞ്ഞു എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ക്ഷമിക്കണം കേട്ടോ. ഇത് ലാസ്റ്റ് കാർഡാണ്, ലാസ്റ്റ് റീഡിംഗ് ആണ്. നമുക്ക് ഈ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജിലേക്ക് പോവാം. ഈ റീഡിങ് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് നോക്കിയാൽ ഏതാണ് ഞാൻ പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാറില്ല റീഡിങ്. കാരണം എനർജി നമ്മൾ ബ്ലോക്ക് ചെയ്ത് കേട്ടിട്ടുണ്ട്. അതെനിക്കത് ഇഷ്ടമല്ല. അപ്പം ഞാൻ എടുക്കുന്ന റീഡിങ് അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഞാൻ 2ാമത് റീഡിങ് എടുക്കും. അല്ലാതെ ആ റീഡിങ് എഡിറ്റ് ചെയ്ത് കയറ്റാൻ നോക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് എൻ്റെ റീഡിങ്സ് ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവും, സൗണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കാരണം ഞാൻ അത്രയും ആക്യുറേറ്റ് ആവണമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. എഡിറ്റ് ചെയ്ത് കയറിക്കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി കമ്പൈൻ ആവില്ല, മനസ്സിലായി. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടാണത്. അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാറേ ഇല്ല. ഞാൻ എടുക്കുന്ന റീഡിങ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇടുകയാണ് പതിവ്. ഭഗവാനെ, ഈ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഒരു കാർഡ് ഓൾറെഡി വന്നു കഴിഞ്ഞു, നമുക്ക് നോക്കാം. ഭഗവാനെ, ഇനി കാർഡ്സ് വരുമോ നോക്കാം. വരുന്നില്ല. അപ്പം ഇതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം. ഹെൽപ്പിംഗ് ഹാൻഡ്, റിവാർഡ്സ് ഫ്രം ഗോഡ്. നിങ്ങൾ ഒരാളെ സഹായിക്കുമ്പോൾ അയാളിൽ നിന്ന് പ്രത്യുപകാരം പ്രതീക്ഷിക്കരുത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഫലം ദൈവം തരും. ഈ പേഴ്സൺ നമുക്ക് ഒന്നും തന്നില്ല, തിരിച്ചൊന്നും തന്നില്ല, ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല എന്ന് നമ്മളെ മനസ്സിലുണ്ടെങ്കിലും ആ നമ്മൾ ചെയ്തതിൻ്റെ ഉപകാരം നമ്മൾ അതിൻ്റെ പ്രതിഫലമായിട്ട് ദൈവം തരും നമുക്ക്. മനസ്സിലാവുണ്ടോ? ഇയാൾ സഹായിച്ചില്ലെങ്കിൽ തിരിച്ച് നമ്മളെ സഹായിച്ചാൽ വേറെ ആരെങ്കിലും സഹായവുമായിട്ട് നമുക്ക് വരും. എപ്പോഴും അത് ഓർക്കുക കേട്ടോ. അപ്പോൾ അതാണ് അവിടെ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി 2 ഓഫ് വാൻഡ്സ് ആണ്. ലിയോ, സാജിറ്റേറിയസ്, സോഡിയാക് സൈൻ ആണത്. 2 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കുക, പ്ലാൻ ചെയ്യുക, ആ ഒരു പ്ലാൻ അനുസരിച്ച് മുമ്പോട്ട് പോവുക, ആക്ഷൻ എടുക്കുക, അതാണ് ഉദ്ദേശം. അപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനമായിട്ട് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നോക്കാം ക്ലാരിഫിക്കേഷൻ. 3 കാർഡ് വന്നിട്ടുണ്ട്, 3 അല്ല 4 കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, എടുക്കാം. എല്ലാം റിവേഴ്സാണ് വന്നേക്കുന്നത്. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഭയങ്കര ഹോൾഡ് ഉണ്ടായിരുന്നു. തേർഡ് പാർട്ടി എന്താ പറയുക, പറയുന്നതിനപ്പുറം നിങ്ങളുടെ പേഴ്സൺ പോവില്ലായിരുന്നു. പക്ഷെ ആ കൺട്രോൾ ഇപ്പോൾ പോയി. അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പ്രാക്ടിക്കലായിട്ട് പെരുമാറാൻ തുടങ്ങി, കുറച്ചും കൂടെ മെച്ചുവേർഡായി, പ്രായമായി, എക്സ്പീരിയൻസ്ഡ് ആയപ്പോൾ കാര്യങ്ങളിൽ ഒരു വിശദമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ്. അവിടെ കള്ളത്തരം ഉണ്ടായിരുന്നതും എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കള്ളത്തരമൊന്നും നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് പോവില്ല. ഇത് അമ്മായിയമ്മയാവാം, ചേച്ചിയാവാം, ചേട്ടനാവാം, അച്ഛനാവാം, ആരോ ബന്ധുവാവാം, ആരോ നിങ്ങളുടെ പേഴ്സണിൻ്റെ മുകളിലുണ്ടായിരുന്ന കൺട്രോള് പോയി ആ പേഴ്സണിൻ്റെ കേട്ടോ. ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട് അവരുടെ റിലേഷൻഷിപ്പിൽ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? വെർഗോ പൈസസ് ആണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഭഗവാനെ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഭഗവാനെ, നമുക്ക് നോക്കാം. പബ്ലിക് റെക്കഗ്നിഷൻ, റിഗ്രറ്റ്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ നേരത്തെ
കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ആയിരുന്നു പറഞ്ഞല്ലോ തേർഡ് പാർട്ടിയോട്. ഇപ്പോൾ ഈ പേഴ്സണ് ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. ചിലപ്പോൾ നേരത്തെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്ന ഒരു സിറ്റുവേഷനിലായിരുന്നിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, പൈസയ്ക്കൊക്കെ. അതുപോലെ സപ്പോർട്ടിനൊക്കെ തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ അങ്ങനെ ചെയ്തതിൽ നിങ്ങളുടെ പേഴ്സണൽ റിഗ്രറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് പേഴ്സൺ സ്വയം പൈസ ഉണ്ടാക്കാനും ഇവരുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുമാണ്. ഇത് ഒരു അമ്മയാവാൻ, അച്ഛനും അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ. അമ്മയും ക്വീൻ ഓഫ് വോൺസും കിങ് ഓഫ് വോൺസും അവർ ഒരുമിച്ച് വന്നേക്കുന്നുണ്ടോ. അപ്പോൾ അതിൽ നിന്നൊരു മോചനം, ആ സിറ്റുവേഷനിൽ ഒരു മോചനം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സൺ പുറത്തേക്ക് ഇറങ്ങാനാണ് നോക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ കൺട്രോളിലായിരുന്ന ഒരാൾ പതുക്കെ പതുക്കെ പുറത്തേക്ക്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാനും പറ്റില്ല, കാരണം പാരൻസ് ആണ്. പക്ഷേ ഈ പേഴ്സൺ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ സ്ട്രോങ് ആയതുകൊണ്ട് ഈ പേഴ്സൺ പതുക്കെ പതുക്കെ പുറത്തേക്ക്, എന്നാലും മനസ്സിന് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല, ഡിസിഷൻ എടുത്തിട്ടുണ്ട്, എന്നാലും ഒരു എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ധൈര്യക്കുറവുണ്ട്. പക്ഷെ എന്നാൽ കാരണം അച്ഛനും അമ്മയുടെ കീഴിൽ തണലിൽ ജീവിച്ചിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന അവരുടെ മകൻ എന്നാലും മകള് എന്ന കിട്ടുന്ന ആ ഒരു റെക്കഗ്നീഷനാണ് എൻ്റെ വിജയം എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെടുമെന്നുള്ളൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അവർ മകനോ മകളോ ആകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും നല്ല കാര്യങ്ങൾ ചെയ്യുമല്ലോ മക്കൾക്ക് വേണ്ടിയിട്ട്, അതൊക്കെ ഈ പേഴ്സൺ ഓർക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഉപേക്ഷിച്ച് രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും വന്നിട്ടില്ല, ഒരെണ്ണം വന്നിട്ടുണ്ട്, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. അപ്പോൾ ഇനി അവർ തിരിച്ച് പിടിക്കാൻ ഞാൻ അനുവദിക്കില്ല, അതിനെ ഞാൻ എതിർക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സണ്? ഇപ്പോഴും കണ്ടില്ലേ, ഈ അവരോടുള്ള റിലേഷൻഷിപ്പിൽ എന്നുവെച്ചാൽ നമുക്ക് ബ്ലഡ് റിലേഷൻ ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റില്ല. അത് എത്ര നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടാലും. ഇപ്പോഴത്തെ കുട്ടികൾ ഓരോ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് സ്വന്തം അച്ഛനെ അമ്മയൊക്കെ ഉപദ്രവിക്കുന്നത്, സ്വബോധത്തിലല്ല. നമ്മളുടെ ബ്ലഡ് റിലേഷൻ, പ്രത്യേകിച്ച് നമ്മളെ അമ്മയും അച്ഛനെയൊക്കെ നമുക്ക് ദേഷ്യം വരും. മനുഷ്യരല്ലേ, നമ്മളും അവരും മനുഷ്യരാണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഭയങ്കര ദേഷ്യം വന്ന് ചിലപ്പോൾ വഴക്കുണ്ടാക്കും. പക്ഷെ ഒരാളെ കൊല്ലുക, ഉപദ്രവിക്കുക, അത് നമ്മൾക്ക് സ്വബോധത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. ഇയാൾ ഭയങ്കര ഈ എനർജി, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കാണിക്കുന്നത്, ഈ പേഴ്സൺ ഇപ്പോഴും ഒരു വിഷമമുണ്ട് അവരിൽ നിന്ന് അകന്നു പോകുന്നതിൽ. അവരോട് സഹകരിച്ച് പോകണം തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. എന്നുവെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് വിച്ഛേദിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടുള്ള വളരെയധികം സ്ട്രെസ്സിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനം എടുത്തിട്ടുണ്ട്. പേരൻസ് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സമ്മതിക്കില്ല, എനിക്കും വേണം ഒരു വിജയം. അത് നിങ്ങളായിട്ടുള്ള വിജയമായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ പറയുന്ന കംപ്ലീറ്റ് ഇവരുടെ കൺട്രോളിൽ ഞാൻ നിൽക്കില്ല, ഞാൻ എൻ്റെ ജീവിതം വഴിവെട്ടി ഞാൻ മുമ്പോട്ട് പോവുകയാണെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ അവരെ വേദനിപ്പിക്കാനുള്ള ഒരു വിഷമമുണ്ട്. സ്വന്തം ബ്ലഡ് റിലേഷൻ ആണല്ലോ, അതുകൊണ്ട് എന്തായാലും ആ പേഴ്സൺ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ഒരു ബാലൻസ് കൊണ്ടുവരാം. അപ്പോൾ ഈ പേഴ്സൺ പുറത്തേക്ക് ഇറങ്ങി സ്വന്തമായിട്ട് ജീവിതം പടുത്തുയർത്തി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവരെല്ലാം ആക്സെപ്റ്റ് ചെയ്യും ഈ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. എന്നാലും മകനോ മകളോ ആയതുകൊണ്ടുള്ളൊരു സങ്കടം മനസ്സിലുണ്ട്. സാജിറ്റേറിയസ്, സ്കോർപിയോ, ടോറസ്, ലീബ്ര, ഏറീസ്, ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾ ഈ പേഴ്സണെ വിട്ടുകളയാൻ അല്ലെങ്കിൽ ഒരിക്കലും വരില്ല. നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിക്കുക, അതാണ് പാഷൻ. എല്ലാം കൊടുക്കുക ഈ പേഴ്സണ്, അത് അത്യാവശ്യമാണ് പേഴ്സണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഫിയർലെസ് ആവണമെന്ന് പറയുന്നുണ്ട്. പേടിക്കണ്ട. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ ആ പേഴ്സണ് സ്നേഹവും നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സണെ സറണ്ടർ ചെയ്യാമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആ പേഴ്സണെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആ പേഴ്സൻ്റെ ഫാമിലി ഈ പേഴ്സൺ സപ്പോർട്ട് ചെയ്യണം, നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ അത് നല്ല പോയിന്റ് ഓഫ് വ്യൂ ആണ്. മനസ്സിലായി? കാരണം സ്വന്തം അച്ഛനോ അമ്മയാണ്, അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചി, ആരായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്ത് വെച്ചിട്ട് ഈ പേഴ്സണോട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ചേർത്ത് പിടിക്കുക, ഈ പേഴ്സണിന് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പഴയ കാര്യങ്ങൾ രണ്ട് കാർഡ് പറയുന്നുണ്ട്. പഴയ കാര്യങ്ങൾ വിട്ട് കളയുക, ഈ പേഴ്സണെ സ്വീകരിക്കുക, അതാണ്. അപ്പോൾ ഇവിടെ ഒരു ടവർ മൊമെന്റ് വരും. നിങ്ങൾ ഈ പേഴ്സണെ സ്വീകരിച്ചില്ലെങ്കിൽ ഈ പേഴ്സൺ ആരും ഇല്ലാണ്ടായി പോകും.
മനസ്സിലായി? കാരണം അവിടെ നിന്ന് ഉപേക്ഷിച്ച് വരണം. അപ്പോൾ ഈ പേഴ്സൺ പണ്ട് അമ്മ പറയുന്നത് കേട്ട് എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അച്ഛൻ പറയുന്നത് കേട്ട് എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ, വരട്ടെ ഞാൻ കൊടുക്കാം എന്നൊരു ചിന്ത പാടില്ല. പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം തിരിച്ചറിവോടുകൂടി വരുന്ന ഒരാളാണ്, അതുകൊണ്ടാണ്. സ്കോർപ്പിയോ കേട്ടോ. അപ്പോൾ ഇതാണ് അവസാനത്തെ റീഡിങ്. നമുക്ക് സോഡിയാക് സൈൻ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ റീഡിങ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും സേഫായിട്ടിരിക്കണം. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആരോഗ്യവും സമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.